ഒന്ന് വേഗം പോവാം. ഈ കുറച്ചാള് കാഞ്ഞങ്ങാട് മിസ്സിംഗ് ആയിരുന്നല്ലോ. ഇല്ല സാറേ, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സാറിന് മനസ്സിലായ? ഇല്ല. സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ, എവിടെ? മിനറൽ കോളേജ്. ഓക്കെ. അരവിന്ദ, ടി ബി റോഡിൽ അവിടെ രാകേഷിനെ പോലീസ് നോക്കി. എന്താ ചെയ്യണ്ടേ? അവിടെ ഒരു തോക്കുണ്ട്. അവനും കുട്ടി എത്താന്നല്ല പറഞ്ഞത്. കുട്ടി അപ്പന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. സമയങ്ങൾ വേണ്ട. അങ്ങനെ കേരളത്തിലെ ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ചരിത്ര സമരത്തിന് ആദിവാസി ഗോത്ര മഹാസഭ നേതൃത്വം നൽകുകയാണ്. ഈ സമരജാഥയുടെ രാഷ്ട്രീയ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ആദിവാസികളുടെ ഏത് കേസാ സാർ? മറ്റേ ബസ് കത്തിച്ച കേസ്. അത് കോടതി വിട്ടായിരുന്നു. ഉറപ്പാണോ? കുറച്ചാളായി. അതെ സാർ, 93 ഒരു കേസാണ്. ഹോസ്റ്റർക്ക് പോലീസ് സ്റ്റേഷൻ. ഒരു രാകേഷ് കാഞ്ഞങ്ങാട് പ്രതിയായിട്ട് ബസ് കത്തിച്ച കേസാ. അവർക്കറിയാം, പറഞ്ഞാൽ മതി. അതിന്റെ പ്രസന്റ് സ്റ്റേജ് എടുക്കണം. പെട്ടെന്ന് വേണം. ഓക്കെ. തന്റെ ബാഗിലെന്താ? ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവർക്കും എന്റെ ആദരവും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഇത് മണ്ണിൽ ജനിച്ച മനുഷ്യന്റെ പ്രശ്നമാണെന്നാണ്. ഞങ്ങൾ ആദിവാസികളെ മനുഷ്യരായി അംഗീകരിക്കണം. അല്ലാതെയുള്ള എന്ത് പരിപാടി ചെയ്താലും ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് സർക്കാർ മനസ്സിലാക്കണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ സമരത്തിന് വന്നിരിക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളൊരു കലാജാഥ സംഘടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു തെരുവ് നാടകത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ഇതൊരു ശാസ്ത്രജ്ഞൻ്റെ കഥയാണ് സാറേ. ഈ ശാസ്ത്രവും മനുഷ്യനും തമ്മിലൊരു ഇതുണ്ടല്ലോ, അതാ എൻ്റെ ഒരു സാറേ. ബസ് കത്തിച്ച കേസിലെ പ്രതികളെല്ലാം വെറുതെ വിട്ടു. നാടകം പറ്റി പറഞ്ഞേ, പഴയ ആവേശത്ത് നിൽക്കണോട്ടോ. ഇല്ല സാറേ, ഞാനതൊക്കെ നിർത്തിയപ്പം ഇങ്ങനത്തെ ചെറിയ കലാപ്രവർത്തനങ്ങളൊക്കെ ഉള്ളു. സാർ 15 മിനിറ്റിനുള്ളിൽ മിനിസ്റ്റർ പാസ് ചെയ്യുന്നുണ്ട് മെസ്സേജ്. ഓക്കെ. തൽക്കാലം വിട്ടോ. മോഹനല്ലേ? മോഹനെ വരാൻ പറ. അവകാശം നൽകണം. അവർക്ക് വനം സംരക്ഷിക്കാനും അവിടെ ജീവിക്കാനുമുള്ള ഉടമസ്ഥാവകാശം നൽകണം. നിങ്ങളുടെ ഔദാര്യമോ സൗജന്യമോ ഞങ്ങൾക്ക് വേണ്ട. ജനിച്ച മണ്ണിൽ തന്നെ ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുമുണ്ട്. നമുക്കുമുണ്ട് ആവശ്യങ്ങൾ, അവകാശങ്ങൾ, അധികാരങ്ങൾ. ഇവിടെ ഒരു നല്ല വ്യവസ്ഥിതി ഉണ്ടായി വരാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. മുമ്പ് ഈ നാട് ഭരിച്ച ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഉണ്ടാക്കിയ നിയമങ്ങളാണ് വനസംരക്ഷണ നിയമങ്ങൾ ഉൾപ്പെടെ. എല്ലാ നിയമങ്ങളും ആദിവാസികളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് കാട് മുഴുവൻ കയ്യേറി നശിപ്പിക്കാനും അവിടുത്തെ വനവിഭവങ്ങൾ കൊള്ളയടിക്കാനും ഒത്താശ നൽകിയിട്ടുള്ളത് ഇവിടുത്തെ സർക്കാരുകളാണ്. ആദിവാസികളെ കാലങ്ങളായി അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. നമ്മുടെ കുട്ടികളും സ്ത്രീകളും വയ്യാത്ത കാരണവന്മാരുമെല്ലാം ഇവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ പോവുകയും പാട്ട് പാടാൻ പോവുകയും ചെയ്തിട്ട് അവസാനം പാടമെല്ലാം അവർക്കും പാട്ട് മാത്രം നമുക്കും. ഞാനൊന്ന് കടന്നു പോട്ടെ. ഒന്ന് മാറിയേ, ഞാൻ പൊക്കോട്ടെന്ന്. അല്ല, ഒന്ന് മാറി. എന്താ
പേടിക്കണ്ട. പഴയൊരു കേസിൽ എന്നെ തപ്പിയ CA പരിചയം പുതുക്കെ കൊണ്ടുപോയതാ. അവർക്ക് സംശയമൊന്നും തോന്നുന്നില്ല. സ്റ്റോക്ക് അവിടെ വരെ തന്നെ ഉണ്ട്. അവിടെ എങ്ങനെ തപ്പിയിരുന്നെങ്കിൽ അവർക്ക് കിട്ടിയാൽ പേന കാണുന്നില്ല. അച്ഛൻ എങ്ങോട്ടാ പോയത്? ആസാദ് ചോദിച്ചിട്ടും ഒന്നും പറഞ്ഞില്ലല്ലോ. നീ വലിയമ്മ അടുത്തൊന്ന് കറിവേപ്പില പിടിച്ചിട്ട് വന്നേ. ചെല്ലു റോസേ. തീരസംരക്ഷണ നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നാളെ സംസ്ഥാന വ്യാപകമായി മീൻപിടുത്തം. പ്രധാനമന്ത്രി HD ദേവഗൌഡ നവംബർ 1 കേരളം സന്ദർശിക്കാൻ സാധ്യത. ജനകീയ പങ്കാളിത്തത്തോടെ നവംബർ 1 സംസ്ഥാന സർക്കാർ ആചരിക്കുന്ന പുനരർപ്പണ ദിനത്തിന്റെ ആന്റി ബാലിസ്റ്റിക് മിസൈൽ കരാർ പുതുക്കുന്ന സംബന്ധിച്ച് ഇരുകൂട്ടരും തമ്മിൽ ധാരണയായതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വാറൻ ക്രിസ്റ്റഫറും റഷ്യൻ വിദേശകാര്യമന്ത്രി യെവ്ഗനി പ്രിമക്കോവും അറിയിച്ചു. അങ്ങാടി വില നിലവാരം. കൊച്ചിയിൽ വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 15 രൂപയും കുരുമുളകിനും റബ്ബറിനും 25 രൂപയും വീതം. സ്വർണം വെള്ളി നിരക്കുകൾ. കുടിവെള്ളമാണ് നാളത്തെ നമ്മുടെ മുഖ്യ പ്രശ്നം. അതവിടെ തന്നെ അറേഞ്ച് ചെയ്യണം. നമ്മുടെ ആള് കുറവുണ്ടോ? ഉസ്മാനോട് വല്ലതും കൂട്ടണോ? ഞാൻ പരിപാടിയൊക്കെ ഉള്ളതല്ലേ. ആളിത് മതി അല്ലേ? പിന്നെ കഴിഞ്ഞ ആഴ്ച പേപ്പറിൽ വന്ന ന്യൂസ് എന്താണ്? എവിടെ നിന്നാണ് വിമാനം അറേഞ്ച് ചെയ്ത്? ലെബനൻ നിന്ന് ബൾഗേറിയയിലോട്ട്. ഒരുത്തന്നെ ഒറ്റക്ക് ചെയ്ത. ഉസ്മാന സഹോടെ പോയി വീട്ടിൽ പോയോ? സഖാവ് രവിയെ കാണാൻ പോയതാ. വാ. എന്താ? കുറച്ച് ഭക്ഷണം നമുക്കിത് പാക്ക് ചെയ്താലോ? എൻ്റെ ബാഗൊന്നും അതൊക്കെ ആവശ്യമുള്ളതാണോ? അതൊന്നും വേണ്ട. ഇവിടെ കുറച്ച് സാധനങ്ങൾ ബാക്കിയുണ്ട്. കുത്തി നിറയ്ക്കണ്ട, ഉള്ളത് മതി. എന്തൊക്കെ ബാക്കി വന്നാണ്? കുറച്ച് ഫുഡും ടൂൾസും ഉണ്ട്. കുട്ടി സൂക്ഷിച്ചു. നമ്മൾ കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങൾ സമരത്തിൽ എതിരാളികളുടെ സന്മനസ് സ്വപ്നം കാണുന്ന സ്കൂൾ വിദ്യാർത്ഥികളോ ശത്രുക്കളുടെ പോലും നിന്ദാപരമായ പരിഹാസം പിടിച്ചുപറ്റുന്ന സത്യഗ്രഹികളോ അല്ല. നശീകരണത്തിൻ്റെയും പുനർനിർമ്മാണത്തിൻ്റെയും ഇരുതലയുള്ള ആയുധവുമായി ഏറ്റവും മൃഗീയമായ മർദ്ദനങ്ങളും പകരം വീട്ടലുകളും പ്രതീക്ഷിച്ചുകൊണ്ട് ധിക്കാരത്തോടെ മുന്നോട്ട് പോകുന്ന മുന്നണി പോരാളികളാണ്. UP ജയരാജ് മൂപ്പരൊരു സംഭവമായിരുന്നു അല്ലേ? നീ അവിടെ കിടന്നുറങ്ങ എൻ്റെ രാകേഷ്. ബാലു, ഉസ്മാനെ കണ്ട? ഉസ്മാൻ വരും.
ഉസ്മാൻ കണ്ണൻ സഖാവിനെ കാണാൻ പോയി. എന്താ എന്താണ് രാവിലത്തെ പരിപാടി? എങ്ങനെ